കാർഷിക വാർത്തകൾ. റെക്കോർഡ് ഉയരത്തിലെത്തിയ പച്ചത്തേങ്ങ വില കുത്തനെ ഇടിഞ്ഞു. മാസങ്ങൾക്കിടെ 40% വില കുറഞ്ഞത് കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കി. വിപണിയിലെത്തുന്ന തേങ്ങയുടെ വർധനയും കയറ്റുമതി തടസ്സവും വിലയിടിവിന് കാരണമായി. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് 42 രൂപയും ഉണങ്ങിയതിന് 52 രൂപയുമാണ് ഇപ്പോഴത്തെ വില. 7 മാസത്തിനിടെ കിലോയ്ക്ക് 36 രൂപയുടെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതിന്റെ പിന്നാലെ കൊപ്ര വിലയും ഇടിഞ്ഞു. 200 രൂപയുണ്ടായിരുന്ന കൊപ്ര 150 രൂപയായപ്പോൾ ഉണ്ടക്കൊപ്ര 225 നിന്ന് 180 രൂപയായി കുറഞ്ഞു. വെളിച്ചെണ്ണ വില ലിറ്ററിന് 260 രൂപയിലെത്തി. വിപണിയിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം വില ഇനിയും താഴാൻ സാധ്യതയുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഉയർച്ചയിലായിരുന്ന നാളികേര വില കഴിഞ്ഞ വർഷം 78 രൂപ വരെ എത്തിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇടിവ് കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കി. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഉൽപ്പാദനം കൂടിയതും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി യുദ്ധസാഹചര്യത്തെ തുടർന്ന് തടസ്സപ്പെട്ടതുമാണ് പ്രധാന കാരണങ്ങൾ. കൂടാതെ കടുത്ത ചൂടുമൂലം തേങ്ങ പെട്ടെന്ന് മൂപ്പെത്തി വിപണിയിൽ കൂടുതൽ എത്തുകയും ചെയ്തു. മുൻപ് വിലയിടിയുമ്പോൾ കേരഫെഡ് മുഖേന സർക്കാർ സംഭരണം നടത്തി വില നിയന്ത്രിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പരിമിതമായ കേന്ദ്രങ്ങളിലെ സംഭരണമുള്ളൂ. ഇത് സംസ്ഥാനത്തുടനീളം വ്യാപിപ്പിക്കണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കനത്ത വേനൽച്ചൂട് പൂക്കച്ചവടത്തെ ബാധിക്കുന്നു. ചൂട് കൂടിയതോടെ പൂക്കൾ വേഗത്തിൽ വാടി നശിക്കുന്നതിനാൽ സ്റ്റോക്ക് ചെയ്യാൻ കഴിയില്ലെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ. വേനൽച്ചൂട് കടുക്കുന്നതോടെ പൂക്കച്ചവടം പ്രതിസന്ധിയിലായി. സംസ്ഥാനത്തേക്ക് പ്രധാനമായും തമിഴ്നാട് ശങ്കരൻകോവിലിൽ നിന്നും കർണാടക ബംഗളൂരുവിൽ നിന്നുമാണ് പൂക്കൾ എത്തുന്നത്. എന്നാൽ ഉയർന്ന താപനില കാരണം പൂക്കൾ വേഗത്തിൽ വാടി നശിക്കുകയാണ്. മുമ്പ് 2 ദിവസത്തേക്ക് സ്റ്റോക്ക് ചെയ്തിരുന്ന പൂക്കൾ ഇപ്പോൾ 1 ദിവസം പോലും സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ദിവസേന എത്തുന്ന പൂക്കൾ അനുസരിച്ച് മാത്രമാണ് മാലകളും ബൊക്കകളും തയ്യാറാക്കുന്നത്. അരമണിക്കൂറിനുള്ളിൽ പോലും പൂക്കൾ വാടുന്നതിനാൽ കടകളിൽ ഡിസ്പ്ലേ പോലും ഒഴിവാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 3 ആഴ്ചയായി തുടരുന്ന ഈ അവസ്ഥ വ്യാപാരികളെയും കടുത്ത പ്രതിസന്ധിയിലാഴ്ത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.